കോഴിക്കോട് അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ച കുഞ്ഞിനെ തിരികെ ചോദിച്ച അമ്മയ്ക്ക് ആശ്വാസമായി ശിശു സംരക്ഷണ സൊസൈറ്റി. DNA പരിശോധനാ ചെലവ് ശിശു സംരക്ഷണ സൊസൈറ്റി വഹിക്കും. പരിശോധനയ്ക്ക് ചെലവഴിക്കാൻ പണമില്ലെന്ന അമ്മയുടെ പരാതിക്ക് പിന്നാലെയാണ് നടപടി. സരീഷ് PK വിവരങ്ങളുമായി ചേർന്നുണ്ട്. സരീഷെ, തിരികെ കുഞ്ഞ് അമ്മയുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ എന്താ നടക്കാനുള്ള കാര്യങ്ങൾ? നിലവിൽ 14-ാം തീയതിയാണ് ഈ DNA പരിശോധന നടന്നിട്ടുള്ളത്. പക്ഷേ റിസൾട്ട് ഇതുവരെ ശിശുക്ഷേമ സമിതിയുടെയോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെയോ മുന്നിൽ എത്തിയിട്ടില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഈ DNA പരിശോധനയ്ക്ക് ആവശ്യമായ പണം അത് 25,000 രൂപയിലേറെ വരും. ആ പണം അടയ്ക്കേണ്ടിയിരുന്നത് ഈ കുഞ്ഞിൻ്റെ മാതാവാണ് എന്ന് അവകാശപ്പെട്ട് വന്ന സ്ത്രീയാണ്. പക്ഷേ അത് അടയ്ക്കാൻ തൻ്റെ കയ്യിൽ പണമില്ല എന്ന് നേരത്തെ തന്നെ അവർ പറയുകയും അത് പരസ്യമായി ശിശുക്ഷേമ സമിതിയെ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇടപെടുകയും ഈ കാര്യത്തിൽ ശിശുക്ഷേമ സമിതി തന്നെ, അതായത് ശിശു സംരക്ഷണ സൊസൈറ്റി ഈ പണം ചിലവഴിക്കണം എന്നൊരാവശ്യം മന്ത്രി മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ശിശുക്ഷേമ സമിതി തന്നെ ഈ പണം ഈ ലാബിൽ അടയ്ക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ ഫലം ഉടൻ തന്നെ, ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയി ഈ പണം അടയ്ക്കുന്ന മുറയ്ക്ക് ഈ ഫലം ലഭിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസിറ്റീവ് ആണെങ്കിൽ, DNA ഫലം പോസിറ്റീവ് ആണെങ്കിൽ എത്രയും വേഗം ഈ കുഞ്ഞിനെ ഈ സ്ത്രീക്ക് തന്നെ കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ എന്താണ് ഫലം എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. കാരണം ഈ സൊസൈറ്റിക്കും അതോടൊപ്പം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും മുൻപാകെയാണ് ഈ ഫലം ലാബ് റിപ്പോർട്ടായി നൽകേണ്ടത്. അത് ഒരുപക്ഷെ ഈ പണം അടയ്ക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നൽകും. അത് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ കുഞ്ഞിനെ കൈമാറുന്ന പ്രൊസീജിയറിലേക്ക് കാര്യങ്ങൾ പോകും.